കോഴിക്കോടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വഭാവമായിട്ട് നമുക്ക് പറയാൻ കഴിയുക അതിൻ്റെ ഒരു തുറന്ന മനസ്സാണ്. വളരെ സഹൃദയരായ മനുഷ്യരെ ഉൾക്കൊള്ളുന്ന കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട പട്ടണ നഗരിയാണ് കോഴിക്കോട്. കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം എന്നൊക്കെ നമ്മൾ മറ്റ് നഗരങ്ങൾക്ക് ചാർത്തി കൊടുക്കുകയെങ്കിലും കുറച്ചുകൂടി പരിഷ്കൃതരായിട്ടുള്ള, സംസ്കാര ചിത്തരായിട്ടുള്ള, സംസ്കൃത ചിത്തരായിട്ടുള്ള ഏത് ഭാവനയെയും ഏത് കലാവിഷ്കാരങ്ങളെയും ഏത് ചിന്താപദ്ധതികളെയും ഏത് ശാസ്ത്രപ്രചരണ വഴികളെയും ആസ്വദിക്കാൻ കഴിയുന്ന ഒരു ജനത ജീവിക്കുന്ന പട്ടണം നിസ്സംശയം പറയാൻ പറ്റും അത് കോഴിക്കോടാണ്. കഴിഞ്ഞ 5 ദിവസങ്ങളായിട്ട് കോഴിക്കോട് നഗരിയിൽ ഒരു വലിയ കലാ സാംസ്കാരിക മാമാങ്കം നടക്കുകയാണ്. കേരള ലിറ്ററേച്ചർ ഫെസ്റ്റ്. അന്താരാഷ്ട്ര തലത്തിൽ തന്നെ കോഴിക്കോടിൻ്റെ സാഹിത്യ പാരമ്പര്യം അംഗീകരിക്കപ്പെട്ട കാര്യം നമുക്കെല്ലാവർക്കും അറിയാവുന്ന. അപ്പം അതുകൊണ്ട് തന്നെ അത്തരം ഒരു വേദി അല്ലെ അത്തരം ഒരു ഉത്സവത്തെ ഏതറ്റം വരെയും വിജയിപ്പിക്കുക എന്നുള്ളത് കോഴിക്കോടുകാരുടെ ഒരു സ്പിരിറ്റിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഈ പ്രാവശ്യത്തെ KLFൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖം എന്നുള്ളത് സുനിത വില്യംസ് തന്നെയാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പാണ്. KLFൻ്റെ ഈ ലക്കത്തിൻ്റെ വിജയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പുകളിലൊന്ന് സുനിത വില്യംസിൻ്റെ സാന്നിധ്യം തന്നെയാണ്. സുനിത വില്യംസിലേക്ക് വന്നാൽ നമുക്കറിയാം, ലോകത്തിൽ ഏറ്റവും പ്രശസ്തിയുള്ള ഒരു വനിതയാണ്. ഏറ്റവും കൂടുതൽ കാലം ബഹിരാകാശത്ത് ജീവിച്ച വനിതയാണ്. 8 ദിവസത്തെ ഒരു മിഷൻ്റെ ഭാഗമായിട്ട് ബഹിരാകാശത്ത് അല്ലെങ്കിൽ നമ്മുടെ ബഹിരാകാശ സ്റ്റേഷനിൽ എത്തുകയും ഏതാണ്ട് 9 മാസത്തോളം അതിനകത്ത് സ്റ്റക്ക് ആവുകയും ചെയ്യപ്പെട്ട ഒരു ധീര വനിത തന്നെയാണ് സുനിത വില്യംസ്. പക്ഷെ അത്തരത്തിലുള്ള ഒരു വനിതയെ വാർത്തെടുക്കുന്നതിൽ അതിൻ്റെ പിറകിലുള്ള ചരിത്രത്തെക്കുറിച്ച് ആവേശോജ്വലമായ ചില കാര്യങ്ങൾ ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്ന്, സുനിത എന്ന മഹിളാരത്നത്തിൻ്റെ പ്രതീക്ഷകൾ അല്ലെങ്കിൽ അതിർത്തികളെ മറികടക്കാനുള്ള ത്വരകൾ, പുതിയ കാര്യങ്ങളെ കണ്ടെത്താനുള്ള ത്വരകൾ, പുതിയ പ്രദേശങ്ങളെ കണ്ടെത്താനുള്ള ത്വരകൾ, അപ്പം ഇത്തരം അടിസ്ഥാനപരമായിട്ട് എല്ലാത്തിനെയും ഉല്ലംഘിക്കുന്ന ഒരു സ്വഭാവ സവിശേഷത. ആ സ്വഭാവ സവിശേഷതയാണ് ശരിക്കും സുനിത വില്യംസിനെ ഒരു ഗഗന സഞ്ചാരിയാക്കി മാറ്റിയത് എന്ന് പറയാൻ കഴിയും. അപ്പോൾ സുനിത വില്യംസിൻ്റെ ജീവിതം, അവരുടെ മാതാപിതാക്കൾ, മാതാവ് സ്ലോവാക്യക്കാരിയായിട്ടുള്ള ഒരാളാണ്, പിതാവ് ഇന്ത്യക്കാരനായിട്ടുള്ള ഗുജറാത്തി ആയിട്ടുള്ള ഒരാളാണ്. അപ്പം ഇങ്ങനെയുള്ള വളരെ ക്രോസ് കൾച്ചറായിട്ടുള്ള വ്യത്യസ്ത സംസ്കാരത്തിൽ നിന്ന് വരുന്ന 2 വ്യക്തികൾ എല്ലാ അതിർത്തികളെയും അവർ നേരിട്ട പ്രതിബന്ധങ്ങളെയൊക്കെ തൃണവൽക്കരിച്ചുകൊണ്ട് അവർ ഒന്നാകുകയും ആ ഒന്നാകലിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുള്ള ഒരു മഹനീയമായിട്ടുള്ള വനിതയാണ് സുനിത വില്യംസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു എല്ലാ അതിർത്തികളെയും ലംഘിക്കാനുള്ള ഒരു വാഞ്ച എന്നുള്ളത് അവരുടെ രക്തത്തിലുണ്ട് എന്ന് നമുക്ക് ആലങ്കാരികമായിട്ട് പറയാൻ കഴിയും. അപ്പം ഇത്തരത്തിൽ അവർക്ക് ഇത്തരം അതിർത്തികളെ, ഞാൻ അതിർത്തികളെ എന്ന പദമാണ് ഇവിടെ കൂടുതൽ ഊന്നാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ പ്രതിബന്ധങ്ങളെ തരണം ചെയ്യാനുള്ള അവരുടെ ആ ത്വരയാണ് സത്യത്തിൽ അവരെ ഈ രീതിയിൽ ഒരു ഏവിയേഷൻ രംഗത്തേക്ക്, ഒരു ഹെലികോപ്റ്റർ പൈലറ്റായിട്ട്
എന്ന പ്രൊഫഷൻ തിരഞ്ഞെടുക്കാൻ അവർക്ക് പ്രേരണയായിട്ട് മാറിയിട്ട്. അപ്പം അങ്ങനെ ആ തെരഞ്ഞെടുപ്പുകൾ പിന്നീട് നാസയിലേക്ക് അവർ എത്തിപ്പെടുന്നതും നാസയിൽ ഏതാണ്ട് 27 വർഷം അവർ സേവനമനുഷ്ഠിക്കുന്നതും അതിൻ്റെ ഭാഗമായിട്ട് ഒട്ടനവധി സ്പേസ് മിഷനിൽ അവർ പങ്കെടുക്കുന്നതും ഒടുവിൽ നമ്മളിപ്പം പറഞ്ഞിട്ടുള്ള ഏകദേശം 9 മാസത്തോളം അവർ നമ്മുടെ ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ ISS നിരവധി പരീക്ഷണ ഗവേഷണങ്ങളിൽ ഇടപെടുകയും ചെയ്ത ഒരു സംഭവത്തെക്കുറിച്ചാണ്. അപ്പം ഇതൊക്കെ ഒരു വ്യക്തിയെ ഏതർത്ഥത്തിൽ മാറ്റി, ഈ യാത്രകൾ, ഈ പര്യവേഷണങ്ങൾ ഏതർത്ഥത്തിൽ മാറ്റി എന്നുള്ളത് 5 ദിവസത്തെ സുനിത വില്യംസിൻ്റെ കോഴിക്കോടൻ ഇടപെടലുകളിലൂടെ നമുക്ക് മനസ്സിലാക്കും. അവർ സംസാരിച്ചത് അത്രയും അതിർത്തികളില്ലാത്തൊരു ലോകത്തെക്കുറിച്ചാണ്, എല്ലാ അതിർത്തികളെയും ഉല്ലംഘിക്കുന്ന ഒരു മാനവികതയെക്കുറിച്ചാണ്. അതൊരു വളരെ ഈ കാലത്ത് വളരെ സങ്കുചിതമായി ചിന്തിക്കുന്ന മനുഷ്യർ ജീവിക്കുന്ന ഈ കാലത്ത് വളരെ പ്രസക്തമാണ് എന്നുള്ളത്. കാരണം അത്രയും ഉന്നത സ്ഥായിയായിട്ടുള്ള ഒരാൾ ഇത്തരം കാര്യത്തിനെ കുറിച്ച് ആഹ്വാനം ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അവർ പ്രായഭേദമന്യേ കോഴിക്കോടൻ ജനതയായിട്ട് സംവദിക്കാൻ അവർ തയ്യാറായി. കോഴിക്കോടിൻ്റെ വ്യത്യസ്ത നഗരഭാഗങ്ങളിൽ എത്തിച്ചേരാൻ അവർ തയ്യാറായി. പ്രാദേശിക ജനതാ സമൂഹവുമായി സംസാരിക്കാൻ അവർ തയ്യാറായി. ടീച്ചറുകളിലെ മുസ്ലിം പള്ളി അടക്കം അവർ സന്ദർശിക്കുകയും അതിൻ്റെ ചരിത്രം മനസ്സിലാക്കാൻ തയ്യാറാകുകയും ചെയ്തു. അങ്ങനെ നിരവധി കോഴിക്കോടിലെ നിരവധി വിനോദസഞ്ചാര ഇടങ്ങളിൽ അവർ ട്രാവൽ ചെയ്തു. അപ്പോൾ കോഴിക്കോട് അവർ സാംശീകരിക്കുകയും അവരിൽ നിന്ന് നമ്മൾ ഒരുപാട് സാംശീകരിക്കുകയും ചെയ്യുന്ന ഒരു പ്രത്യേക സവിശേഷമായ സാഹചര്യമാണ് അവരുടെ സാന്നിധ്യം കൊണ്ട് ഉണ്ടായിട്ടുള്ളതെന്ന് നമുക്ക് പറയാൻ കഴിയും. അപ്പം ഇതൊക്കെ ചിന്തിച്ചപ്പോൾ ഒരു ചെറിയൊരു കഥയിലൂടെ എനിക്ക് ചില ചെറിയ കാര്യങ്ങൾ പറയണമെന്ന് തോന്നി. ആ കഥയാണ് ഞാനിനി പറയാനുള്ളത്. ഉയരങ്ങളിൽ അതിർത്തികൾ ഒരു വലിയ അനുഭവമായി മാറുന്നത് പുരുഷനേക്കാൾ സ്ത്രീകൾക്കാണ്. അതുകൊണ്ട് അതിർത്തികൾ ലംഘിക്കാനുള്ള ത്വര ഏറ്റവും അധികം ഉള്ളത് പെൺമനസ്സിനും ശരീരത്തിനുമാണ്. ഗഗനചാരിയാകാൻ അവൾ തീരുമാനിച്ചത് അതിർത്തികളെ അപ്രസക്തമാക്കി അതിർത്തികൾക്ക് മീതെ പറക്കാനുള്ള ത്വര കൊണ്ടാണ്. ഒരു വൈമാനികയാകാനുള്ള തീരുമാനം യാദൃശ്ചികമല്ല എന്നർത്ഥം. അവൾ ഉയരങ്ങളിൽ നിന്ന് ഭൂതലം കണ്ടു, അതിൻ്റെ വൈവിധ്യം കണ്ടു. ആ വൈവിധ്യങ്ങൾക്ക് മീതെ അവൾ ചിറക് വിരിച്ചു പറന്നു. ലോകത്തിൻ്റെ സാകല്യം ദർശിക്കാൻ അവൾക്ക് ഇനിയും ഉയരങ്ങൾ സഞ്ചരിക്കണം. അവൾ നാസയുടെ ഭാഗമാകുന്നത് ഈ ലോകത്തിൻ്റെ സാകല്യ ദർശനം അനുഭവിക്കാനാണ്. നിരവധി മിഷനുകൾ അവൾക്ക് മുന്നിലുണ്ടായിരുന്നു. ഒഴുകി നടക്കാൻ പാകത്തിലുള്ള ഉയരത്തിലെത്തിയപ്പോൾ അവൾ ആദ്യം പറന്നെത്തിയത് ആ ഗഗന കപ്പലിൻ്റെ ജാലകപ്പാളിക്ക് അരികിലാണ്. അവൾ ഗോളാകൃതിയിലുള്ള ഭൂമിയെ കണ്ടു. പഠിച്ച പാഠപുസ്തകങ്ങളും പഠിപ്പിച്ച അധ്യാപകരും ശരി തന്നെയാണ്. അവളുടെ ചുണ്ടുകളിൽ ഒരു മന്ദഹാസം തത്തിക്കളിച്ചു. പിന്നീടുള്ള ദിവസങ്ങൾ 2 മോഡ്യൂളുകളുമായി ഒഴുകി നടന്നു. അവൾ ജാലകപ്പാളിയിലേക്ക് വീണ്ടും ഒഴുകിയെത്തി. അവൾ പിതൃദേശത്തെ കണ്ടു. ഹിമാവൃതമായിട്ടുള്ള കൊടുമുടികൾ കണ്ടു, മണലാരണ്യങ്ങൾ കണ്ടു, പശ്ചിമഘട്ടത്തിൻ്റെ ഹരിതാപ കണ്ടു. അവൾ മാതൃദേശമായ സ്ലോവാക്യയ്ക്ക് നേരെ കണ്ണെറിഞ്ഞു. അവൾ പറന്നുയർന്ന അമേരിക്ക കണ്ടു. അങ്ങനെ അതിർത്തികൾ അപ്രസക്തമാക്കുന്ന കാഴ്ചയുടെ സാകല്യം നുകർന്നു 9 മാസങ്ങൾ. അവളുടെ ഹൃദയത്തിൽ ബുദ്ധൻ ഒരു വലിയ പുഷ്പവൃക്ഷമായി മുളച്ചു പൊങ്ങി. ആ പ്രശാന്തത പകർന്ന ആഹ്ലാദത്തിൽ അവൾ ഒരു കൊച്ചുകുട്ടിയെ പോലെ ഓടി നടന്നു, കൂട്ടിലടക്കപ്പെടാത്ത ഒരു കൊച്ചുകുട്ടിയെ പോലെ. നന്ദി.